സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം രൂക്ഷമായി തുടരുമ്പോൾ പ്രതിരോധ പ്രവർത്തനം പാളിയ നിലയിലാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത്? സാധാരണ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം, മഴക്കാല പൂർവ്വ ആരോഗ്യ പ്രവർത്തനം തുടങ്ങി പലതും കോർപ്പറേഷനുകളുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പുമായി സഹകരിച്ചൊക്കെ നടത്താറുണ്ട്. അങ്ങനെ എന്താണ് നടന്നിട്ടുള്ളത്? പകർച്ചപ്പനി പ്രതിരോധം പാളി എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 60 പേരാണ് വിവിധ പകർച്ചപ്പനികൾ ബാധിച്ച് മരിച്ചത്. അതോടൊപ്പം തന്നെ എലിപ്പനി ബാധിച്ച് മരിച്ച ആളുകളുടെ എണ്ണം 38 എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഗുരുതരമായൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ത് സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ പറഞ്ഞ കണക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒറ്റ മാസത്തെ, കഴിഞ്ഞ 30 ദിവസത്തെ, ജൂൺ 1 മുതൽ 30 വരെയുള്ള ദിവസത്തെ കണക്കിന്റെ കാര്യമാണ് പറയുന്നത്. ആ മാസത്തിനിടെ 98 പേർ മരണത്തിന് കീഴടങ്ങി എന്നുള്ളത് സർക്കാർ ആശുപത്രികളിലേക്ക് എത്തിയവരുടെ കണക്കാണ്. എന്തായാലും അത് ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പനി ബാധിച്ച് ഒരു ദിവസം ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം 10,000-വും കടന്നു പോവുകയാണ്. അങ്ങനെ 10,000-ത്തിലധികം പേർ ഒരു ദിവസം പനി ബാധിച്ച് ചികിത്സ തേടേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. ഗുരുതരമായ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. നിലവിൽ എന്തായാലും ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇനിയും ഈ ഇടവിട്ടുള്ള മഴയാണ്, അതോടൊപ്പം തന്നെ അസ്ഥിരമായ ഒരു കാലാവസ്ഥയുമുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ഇനിയും പരിബാധിതരുടെ എണ്ണം കൂടും എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരടക്കം വ്യക്തമാക്കുന്നത്. അങ്ങനെ വന്നാൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. മാത്രമല്ല ഈ മരണനിരക്ക് ഇങ്ങനെ കൂടുന്നത് വലിയ ആശങ്കയായി നിലനിൽക്കുകയും ചെയ്തു.